ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. പിന്നെ എൻ്റെ പേര് അഫീഫ്. കുറേ കാലമായി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയൊരു അക്കൗണ്ട് ചെയ്യുന്നു. അതിൽ വെറുതെ ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി ഇതാക്കിയപ്പോൾ അതങ്ങനെ നിർത്തി. അപ്പോൾ ഇപ്പം ഇങ്ങനെ കുറേ ആയി ഇവിടെ. ഇപ്പോൾ അയർലൻഡിലാണ്. ഇവിടെ പഠിക്കുകയാണ്. വേറെ പരിപാടികളൊന്നുമില്ല. പഠിക്കുന്നു. അപ്പോൾ ബോറടിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ജസ്റ്റ് എൻ്റെ കോളേജ് ഞാൻ പോണത് ജസ്റ്റ് ഇങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും ഒരു രസം, വെറുതെ രസം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ്, കാണുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, മറ്റുള്ളവർ കാണുമെന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മളറിയുന്ന ആൾക്കാർ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടും, ജനമേനി എന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് കുറേ കാലം ഓരോ കാര്യങ്ങൾ ചെയ്യാമായിരിക്കും നമ്മൾ. അപ്പോൾ അത് ഫേസ് ദ ഫിയർ. സോ ഇപ്പോൾ നമ്മൾ കോളേജിൽ പോവാം. ഇത് തണുപ്പോൾ കുറവാണ്. ഇത് റൂമിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ തെർമൽസ് ഇട്ടിക്കണ്. കുറച്ച് തണുപ്പുണ്ട്, വലിയ തണുപ്പില്ല, എന്നാലും ഇട്ടിക്കണ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ചെയ്യട്ടെ. ടൈമില്ല. 2 മണിക്കാണ് ക്ലാസ്, 3 മണിക്കാണ് ക്ലാസ്. 1 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന്. 3/4 മണിക്കൂർ യാത്ര ഉണ്ട്. 8 കിലോമീറ്റർ. ഇവിടുത്തെ ബസ്സൊക്കെ നിർത്തി സ്ലോ ആയിട്ടേ പോവുള്ളൂ. അപ്പോൾ ടൈം എടുക്കും. സോ വേഗം ഡ്രസ്സ് മാറ്റിയിട്ടേ നടക്കണം. ഇവിടുന്ന് 800 മീറ്റർ നടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. അവിടുന്ന് പിന്നെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ക്ലാസ്സിന് പോവാം. ഞാൻ DBS ആണ് കോളേജ് പഠിക്കണത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതാണ്. ഇപ്പോൾ ജനുവരി ആയില്ലേ. ഒരു സെം കഴിഞ്ഞ് 2ാം സെമ്മ് തുടങ്ങുക. ഫസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, ഇപ്പോൾ പോവാം. ബാക്കി ഞാൻ വഴിയിൽ വെച്ച് കാണിച്ചു തരാം. റൂം ഇതാണ്. റൂമിൽ നിന്ന് ഇറങ്ങി പോകണം. ഓട്ടോമാറ്റിക്കാ ലൈറ്റൊക്കെ 511 ഞങ്ങളുടെ റൂം. ഒരു അപ്പാർട്ട്മെൻറ്റാണ്, 5ാമത്തെ ഫ്ലോറിൽ. അപ്പോൾ കോളേജ്. അപ്പോൾ പിന്നെ ജാക്കറ്റ് ഇട്ട്, തണുപ്പല്ലേ, വെറുതെ റിസ്ക് എടുക്കണം. പിന്നെ മഴ ഉണ്ടാവും. അയർലൻഡ് പറഞ്ഞാൽ ഒരു മഴ ക്ലൈമറ്റാണ്. എപ്പോഴും ഒരു ചെറിയ മഴ ഉണ്ടാവും. അപ്പോൾ വെറുതെ മഴ കൊണ്ട് പനി സീനാക്കണ്ട. സോ ഓക്കെ, ഇതാണ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വ്യൂ. ഇത് റൈറ്റ് സൈഡ് റോഡ്, ഇത് ലെഫ്റ്റ് സൈഡ് ഒക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ ക്രോസ് ചെയ്യാനായിട്ട് ഏരിയ ഉണ്ടാവും അവിടെ. നമുക്ക് പാർക്കൊക്കെ പോകണ്ട. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യാം. ഇഷ്ടംപോലെ വഴികളുണ്ട്. അപ്പോൾ ഈ പാർക്ക് ഇതൊരു വലിയ പാർക്കാണ്, ഗ്രൗണ്ടുകളൊക്കെ ആയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പോവാം. ക്യാമറ തിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് കോളേജിൽ പോകണം. നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളി സ്ഥലം. പുല്ല് ഗ്രൗണ്ട്, ഫുട്ബോൾ അക്കാഡമിയൊക്കെ ഉണ്ട്. കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ റൂമിൻ്റെ അപ്പുറത്തെ ഇത് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ള ഏരിയ ആണ്. ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ കുറച്ച് പീസ്ഫുള്ളാണ്. സംഭവം അടിപൊളിയാണ്. എൻ്റെ വാമലുണ്ട് രക്തം. അവർ പിന്നെ നേരത്തെ പോയി, അതുകൊണ്ട് ഒറ്റക്ക. ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പൊക്കെ 200 കിട്ടി.
ഈ സമയം ഇപ്പോൾ 3 മണി ടൈമിലായാലും വെയിലുണ്ടാവില്ല, തണുപ്പല്ലേ, ആൾക്കാർ ഓടുക, ഫുള്ള് റണ്ണിങ് ജോഗിങ്ങും. ഇവിടെ ആൾക്കാർക്ക് ഓടുന്ന ടൈമൊന്നുമില്ല, ഫുൾ ടൈം ഓടുക, നല്ലതാണ്. അങ്ങനെയാണപ്പോൾ പിന്നെ പറഞ്ഞത് യൂട്യൂബ് ചാനൽ ഇത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഫണ്ണായിട്ടിരിക്കുമ്പോൾ ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്യാൻ, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടതല്ല, കുറേ വ്യൂസ് ഉണ്ടാക്കാനൊന്നല്ല, ജസ്റ്റ് അവിടെ ഇല്ല. ഞാൻ പണ്ടത്തെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ പെറ്റ്സിൻ്റെ ഓരോ ഇത്, അന്ന് വീഡിയോസ് ഞാൻ ഇടക്കിടയ്ക്ക് ഇതിങ്ങനെ കാണുമ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു രസമാണ്. ഒരു നമ്മളിങ്ങനെ ആയിരുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു രസം. അപ്പോൾ അതേപോലെ ഇതും കുറച്ച് ചെയ്യുമ്പോൾ കാണാം, അപ്പോഴും ഇത് രസമായിരിക്കും ഐ തിങ്ക്. സോ വീഡിയോസ് ഇടുക, പിന്നെ ജസ്റ്റ് ഇടുക, ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, കളിയാക്കലുകൾ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ പറ്റില്ല, നമുക്ക് ഇഷ്ടമല്ല പോലെ ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാൻ പാർക്ക് കാണിച്ചാൽ നമ്മുടെ കുട്ടികൾ കളിക്കാല്ലേ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് പാർക്ക്. അരയന്നം താറാവൊക്കെ ഇവിടെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ വൈൽഡായിട്ട് ആരും നോക്കണമെന്നില്ല, പക്ഷെ അവിടെ ഉണ്ടാവും. അവിടെ നല്ല രസമാണ് പാർക്കും കാര്യം, അത്രങ്ങാനും സ്ഥലങ്ങളാണ്. ഉള്ളിൽ സ്കേറ്റിംഗ് ബോർഡ് നല്ല സെറ്റപ്പിലുള്ള സാധനമുണ്ട്. പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ബാസ്കറ്റ് ബോളിൻ്റെ ഉണ്ട് അപ്പുറത്ത്, ഫുട്ബോളിൻ്റെ 3 ഗ്രൗണ്ട് ഉണ്ട്, റഗ്ബി ഉണ്ട്, ഫുൾ ഹൈ ലെവൽ സെറ്റപ്പാ. ഇതാണ് പാർക്ക്. നല്ല വെയിലുണ്ട്. നമ്മൾ പാർക്കിൻ്റെ സൈഡിൽ ഇറങ്ങി. ഇവിടെ പാർക്ക് അവന്യൂ പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടേക്ക് നമ്മൾ പോകണം. ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് ഏരിയാസ് ഉണ്ടോ, സൈഡിൽ ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ്, അപ്പുറത്ത് പാർക്ക്, ഇത് ഫുട് പാത്ത്. തണുപ്പുണ്ട്, വലിയ തണുപ്പൊന്നുമില്ല, എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയില്ലെന്ന്, അതിലിവിടെ കുറവാണ്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ് 50. ഇതാണ്ടോ പാർക്ക് അവന് ഇവിടെ 15 ബസ് നിർത്തും. അപ്പോൾ നമുക്ക് 15 പോകണമെങ്കിൽ 15 ഇവിടെ എടുക്കുക. അപ്പോൾ ടൗണിലേക്ക് ഈ ബസ് തന്നെയാണ്, ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ദൂരെ കാണാനാണ് ബസ്, അവിടെയാണ് ബസ് സ്റ്റാൻഡ്, ഇത് ഫസ്റ്റ് സ്റ്റോപ്പ് അവിടെ നിന്ന് വരുമ്പോൾ. സോ വെയിറ്റ് ചെയ്യണം. ഗൂഗിളിലൊക്കെ ഇപ്പോൾ ബസ് ഉണ്ട്, ഇതാണ് കാണിക്കണത്. സോ ലെറ്റ്സ് വെയിറ്റ്. പിന്നെ ഇതാണ് സ്റ്റുഡൻറ്റ് കാർഡ്, ഇതാണ് ലീവ് കാർഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ഇതിന് വെച്ച് പോകുമ്പോൾ €1 ഒരു യാത്രക്കാരെ. ഇത് പിന്നെ കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് കാർഡ്, മാസ്റ്റർ ഓഫ് സപ്ലൈ ചായ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ കോളേജിൽ പോയി പോരാം, അറ്റൻഡൻസ് കിട്ടും. ഹാപ്പി. Trying again, the doors did the same thing. Yeah, that money on that is dead. Your dad. Huh? I don't have to take any more change here. Yeah, ഓക്കെ, സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാം. അതാണ് ആ പാർക്ക് നമ്മൾ പുറത്തുനിന്ന് കണ്ടേ, ഉള്ളിൽ നിന്ന് കണ്ടേ, വലിയ പാർക്ക്. അപ്പോൾ ബസ് കയറി, അടിപൊളി സ്ഥലം. അപ്പോൾ ബസ് ഇത് എന്താ പറയുക, ഡബിൾ ഡെക്കറാണ് മുകളിൽ. അപ്പോൾ മുകളിൽ കയറി ഈ ടൈമായി നമ്മൾ തിരക്കൊന്നുമില്ല, തീരെ തിരക്കില്ല. ഇനിയൊരു 40-45 മിനിറ്റ്
നിർത്തിയൊക്കെ ട്രാഫിക്കിൽ നിർത്തിയിട്ട് പോവുള്ളൂ. അങ്ങനെയാണ്. കുറച്ച് വെയിലുണ്ട്, വെയിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അയർലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയർലൻഡ് കൺട്രി അടിപൊളിയാണ്, സ്ഥലങ്ങൾ അടിപൊളിയാണ്, ആൾക്കാർ അടിപൊളിയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരവസ്ഥയിൽ വെച്ചിട്ട് പാർട്ട് ടൈം കുറച്ച് കുറവാണ്, കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതിപ്പോൾ റൂമിൽ ഉണ്ടപ്പം വന്നിൽ തന്നെ രണ്ടാൾക്കാർക്ക് എപ്പോഴും പണിയായില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, ഹാപ്പി. പണി കിട്ടി കഴിഞ്ഞ് അടിപൊളിയാണ്. എന്താ അത്യാവശ്യം പിന്നെ സാലറി ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. ചെറിയ സേവിങ്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. കുറേശ്ശെ ലീവ്, ഒരു മാസത്തിന് മേലേക്ക് ക്ലാസ്സിൽ പോയതൊക്കെ മറന്നിട്ട്. അപ്പോൾ ഇത് പോയാൽ കട്ട സെക്കൻഡ് സെമ്മ് തുടങ്ങാൻ പുതിയ സബ്ജക്ട്സ്, പുതിയ ചെറുമാരൊക്കെ ആയിരിക്കും. കാണിച്ചുതരാം എന്താ ക്ലാസ്സിൻ്റെ അവസ്ഥ. ഓക്കെ എന്താ. പിന്നെ കോളേജിനെ കുറിച്ചിട്ടാണെങ്കിൽ കോളേജ് DBS ആണ്. ഇവിടെ അധികം പഠിക്കാൻ വരുന്നത് കുറേ കോളേജുകളുണ്ട്. DBS, ICD, ഗ്രിഫിത്ത്. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം പഠിക്കണം എന്നുള്ള മൈൻഡോട് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തായിരിക്കും അടിപൊളി കോളേജ്. പിന്നെ പാസ്സായി പോയാൽ മതി. എന്താ ഈ ചെറിയ ഇതിലൊക്കെ പഠിച്ചിങ്ങനെ പാസ്സായി പോയാൽ മതി എന്നുണ്ടെങ്കിൽ DBS എടുക്കണേലും കുറച്ച് ICD എടുത്തവർ പിന്നെ കുറച്ച് സീനാണ് പറയുന്നത്. കുറച്ച് എക്സാമും കാര്യങ്ങളും പാസ്സാവണമെങ്കിൽ കുറച്ച് പണിയാണ് പറയുന്നത്. സോ ഐ തിങ്ക് DBS ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നോക്കിക്കൊണ്ട് എടുത്തോളൂ. ഞാൻ DBSലാണ്, അതുകൊണ്ട് പറയല്ല. കോളേജൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ആകെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ, അതല്ലാതെ പിന്നെ അറിയാമല്ലോ. വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ കുറേ കാലം വീട്ടിൽ തന്നെ നിന്ന് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാതെ പെട്ടെന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഇല്ല പ്രശ്നം. വീട്ടുകാർ, കൂട്ടുകാർ, ഫ്രണ്ട്സ്, ഫാമിലി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മിസ്സിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമല്ല, നമ്മുടെ അത്യാവശ്യം നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമുക്ക് റൂമിൽ തന്നെ അത്യാവശ്യം നല്ല ഒക്കെ ചെക്കന്മാരൊക്കെ അടിപൊളിയാണ്, ഫുൾ സെറ്റാണ്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് തോന്നും. നാട്ടിൻ്റെ ഫുഡാണ് മെയിൻ. ഒരു മന്തി, കുഴിമന്തി കഴിക്കാൻ തോന്നും. ഇവിടെ ഒരു മന്തി പറഞ്ഞാൽ കിട്ടും, 10-15 euro കൊടുത്തൊരു മന്തി കിട്ടും. പക്ഷേ നാട്ടിൽ നിന്ന് ഉണ്ടാവില്ല. അതൊക്കെയാണ് പ്രത്യേക ജീവിതം. രസമാണ്, നാട്ടിലത്തെ ജീവിതമില്ല, വേറെ ജീവിതം. ഇത് രസമാണ്, അത് മൈലാ രസമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ. നാട്ടിലെ പോലെ അല്ലല്ലോ, വീട്ടിലത്തെ പാത്രം കഴുകൽ മുതൽ ഡ്രസ്സ് തിരുമ്പൽ മുതൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. മറ്റേതാകുമ്പോൾ ഉമ്മാൻ്റെ കൊണ്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. സോ കുറേ കാര്യങ്ങൾ പഠിക്കാം, നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ എന്തോട് എന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം കുറേ കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ ഒന്ന് നാട്ടിൽ അവിടെ വീട്ടിൽ അങ്ങനെ ആ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതലും മടി പിടിച്ച് ഒരു ഇതാവും തോന്നില്ല. ശരിയാകുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. മലയാളീസ് ഇഷ്ടംപോലെ ഉണ്ട്, കോളേജിലുണ്ട്, ക്ലാസ്സിലുണ്ട്. ഇന്ത്യൻസ് അതിലാറെ എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെയാണ്. സ്ഥലങ്ങളോ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ സ്ഥലങ്ങളും. ഇതിപ്പോൾ ഒരു ഉള്ളേരിയാണ്, ടൗൺ. ഫുള്ള് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരിക്കും ഒക്കെ.
അതൊക്കെയാണ് ഇവിടുത്തെ നല്ല കാര്യങ്ങൾ. ഒരു അടിപൊളിയാണ്, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ അടിപൊളിയാണ്. ചില സ്ഥലത്ത് കൂടി പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ നല്ല ഉള്ളേരിയിലൊക്കെ ആവുമ്പോൾ. ഇവിടെ നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ അടിപൊളിയാണ്. ഇനിയുണ്ട് 10-15 മിനിറ്റ് കോളേജിൽ നടക്കാം, പണിയൊന്നുമില്ലല്ലോ. ടൗൺ എത്തിയപ്പോൾ ഇതാണ് ഡബ്ലിൻ ടൗണ്, സിറ്റി സെൻറ്റർ. ഇവിടെ തന്നെ അവിടെ ട്രാഫിക്കിലാണ്. അപ്പുറത്തൊരു പുഴ, നടുവിലൊരു കനാല് പോലെ സംഭവം. അതിൻ്റെ അപ്പുറം സിറ്റീസ്. ഡബിൾ ഡെക്കർ ബസ്സുകൾ, ബസ്സിന് വേറെ ലൈന്, പിന്നെ ടാക്സിക്ക് ബസ്സിനും അങ്ങനെ, സൈക്കിളിന് വേറെ ലൈന്, അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഫുട്പാത്ത് വേറെ. ഇതാണ് ട്രാം, അല്ല ഇത് വാസ്. റോഡിൽ കൂടി ഓടുന്ന ട്രെയിനില്ല കേട്ടോ സെറ്റപ്പ് അത്. ഇതാണ് ഡബ്ലിൻ, ഇതാണ് ഈ കനാല്. ഇതിൻ്റെ അപ്പുറം അപ്പുറത്താണ് നമ്മളെ കോളേജ്. സോ കോളേജിലോട്ട് പോകുന്നു. വീട് വെറുതെ കിടക്കുന്ന ഒരു സിറ്റിയാണ്, കുറേ ഉണ്ട്. 2-3 സ്റ്റോപ്പ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കോളേജാണ്. Dane Street, Stroll and Norman. ഇതാണ് കോളേജ് പേര്. വണ്ടി റോഡ് വൃത്തിയാക്കണുണ്ട്, അടിച്ചവരുടെ മെഷീനാണ്. കോളേജ് എത്താനായി. 2 ക്യാമ്പസ് ഉണ്ട്. ഫസ്റ്റ് ക്യാമ്പസ് ഞാൻ കാണിച്ചത്. ഞാൻ ഇപ്പോൾ പോണത് സെക്കൻഡ് ക്യാമ്പസിലേക്കാണ്. സെക്കൻഡ് ക്യാമ്പസ് ഇവിടുന്ന് ബസ് ഇറങ്ങി അതിനുള്ളൂ, ഒരു 200 മീറ്റർ ഗ്യാപ്പ്. നല്ല തണുപ്പുണ്ട്. കുറച്ചുകൂടി പ്ലസിൻ്റെ ഡേ, നല്ല വെയിലൊക്കെ ഉണ്ട്, ഒരു വെളിച്ചുണ്ട്. മറ്റേത് റിട്ടായോണ്ടേ ഇവിടെ ഇപ്പോൾ റിട്ടാവും കേട്ടോ, അത് വേറെ കാര്യം. എന്താ പറയുക, 5 മണി 5:30 ആകുമ്പോഴത്തേന് റിട്ടാവും. പെട്ടെന്ന് നൈറ്റാവും. നൈറ്റ് ലോങ്ങാണ് ഇപ്പോൾ, കുറച്ച് ഞാൻ മാറും. അങ്ങനെയാണത്. അപ്പോൾ DBS രണ്ടാമത്തെ ക്യാമ്പസ്. അങ്ങനെ ഉണ്ടായിരുന്നു, നോക്കാം. കണ്ടില്ലേ? ഏതോ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഇരുന്ന് കുടിക്കണുണ്ട്. തെക്കൻ അമൽ. ഡെയിലി വ്ലോഗ് എടുത്ത ക്ലാസുകൾ
ക്ലാസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ഇനി റൂമിലേക്ക് തിരിച്ചിട്ട് വളരെ സമയം 5 മണി. ട്രെയിനിങ്ങിന് പോയപ്പോഴേ അവിടുന്ന് പോയോ പാടങ്ങനെ ഒരു ഫ്രെയിം കിട്ടുക. ആരെ സിംഗപ്പൂരുകാരെ കുടിച്ചിക്കാതെ ആ കളക്കുമല്ലോ. railway station. Kuno. Oh, kuno. ഇതാണോ? Yes, this one is our tribe. ഹെഡല്ലേ Banner the football. Please mind the gap. ഒക്കെ കഴിഞ്ഞു. എന്താ സ്റ്റോപ്പ് ഗ്രൗണ്ട് ബ്രീഫിംഗ് റൂമൊക്കെ 8 മണിയായി. Safety. Yo.